ഹായ് മാള് വന്നേ. കുറേ നാളായി നമ്മൾ കസിൻസൊക്കെ കൂടിയിട്ട് ഒരു ഗേൾസ് ഓൺലി ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട്. പക്ഷേ എല്ലാവരും പല വഴിക്കായതുകൊണ്ട് തന്നെ ഇതുവരെയായിട്ട് അതൊന്ന് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റിയിട്ടില്ലേ. അങ്ങനെ അറ്റ് ലാസ്റ്റ് ഏകദേശം ഉള്ളവരൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ ട്രിപ്പിന് പോകാൻ വേണ്ടിയിട്ട് സെറ്റാക്കിയിട്ടാ. അങ്ങനെ മോളെ ഞാൻ വീട്ടിലാക്കിയിട്ട് പുലർച്ചെ ഒരു 4 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയേ. വയനാടാണ് നമ്മളെ ഡെസ്റ്റിനേഷൻ. ഒരു ചെറിയൊരു വൺ ഡേ ട്രിപ്പ്. രാവിലെ അധികം ബ്ലോക്കും കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ വേഗം തന്നെ വയനാട് എത്തിനിട്ടാ. ഏകദേശം ഒരു 7 മണിക്ക് മുന്നേ തന്നെ എത്തിന്. നമ്മൾ ആദ്യം പോയത് തന്നെ തോൽപ്പെട്ടി വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലാണ്. ഇവിടെ ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ വരുന്നത്. ഒരു വന്യജീവി സങ്കേതം ആയതുകൊണ്ട് തന്നെ അവിടെ ടിക്കറ്റ് എടുത്തിട്ട് അവരെ ജീപ്പിലാണ് നമ്മൾ യാത്ര ചെയ്തത്. സത്യം പറയാലോ, പോയതിൽ എനിക്ക് ഏറ്റവും വിഷമം തോന്നിയത് അവിടെ പോയിട്ട് തന്നെ. കാരണം വേറെ ഒന്നുമില്ല, ആകെ കണ്ടത് കുറച്ച് കുരങ്ങന്മാരെയും മാന്യം, പിന്നെന്താ കുറച്ച് അണ്ണാനെയും അങ്ങനെയൊക്കെ മാത്രമേ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളൂ. വേറൊരു ജീവിയും നമ്മുടെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടില്ലേനു. ഏകദേശം ഒരു അരമണിക്കൂറിലധികം നമ്മൾ ജീപ്പിലെ കാടിലൂടെ യാത്ര ചെയ്തിന് കേട്ടോ. അതെന്തായാലും ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെ, സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എന്താ ഏതൊരു സിനിമയിൽ പറയും പോലെ ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാന്ന് പറയുന്ന പോലെ എന്താ പറയുക, 4 ഭാഗവും കാടിനുള്ളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു എക്സ്പീരിയൻസ് അത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ അത് ഈ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ ഒക്കെ പോകുന്നവർക്ക് എന്തായാലും മനസ്സിലാവും. അങ്ങനെ നമ്മൾ 2 ജീപ്പിലായിട്ടാണ് പോയിട്ടുണ്ടായത്. നമ്മളെല്ലാവരും ഊഞ്ഞാലൊക്കെ ആടി. അപ്പോഴേക്കും അവരെ വണ്ടിയും വന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു നമുക്ക് എന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടൗണിലേക്ക് പോവുകയാണ് ചെയ്തത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് സെറ്റായിട്ടാ. നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കുറുവ ദ്വീപാണ്. നമ്മളവിടെ മുന്നേ പോയിട്ടുണ്ടെങ്കിലും, അതായത് നമ്മളൊരു ഫാമിലി ട്രിപ്പിൽ വന്ന സമയത്ത് നമ്മളവിടെ പോയിട്ടുണ്ടെങ്കിലും, പക്ഷേ എന്തോ ഒരു കാരണത്തിൽ അവിടെ ക്ലോസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് ഉള്ളിലേക്ക് കയറാൻ പറ്റിയിട്ടില്ലേനും. അപ്പോൾ ഇതും ഒരു ഫസ്റ്റ് ടൈം തന്നെയാണ് കുറുവ ദ്വീപിലേക്കുള്ള യാത്ര. അങ്ങനെ ദ്വീപിലേക്ക് പക്ഷേ പോകണമെങ്കിൽ ഓൾറെഡി ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യണമെന്ന് നമ്മൾ അവിടെ പോയപ്പോഴാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആകെ ജസ്റ്റ് നമ്മളൊരു റാഫ്റ്റിംഗ് മാത്രമാണ് ചെയ്തത്. അതായത് റാഫ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഈ കാറ്റ് കൊണ്ട്, അതായത് കാറ്റ് നിറക്കാവുന്ന ചങ്ങാടം, മുള കൊണ്ടുള്ള ചങ്ങാടങ്ങളാണ്. അപ്പോൾ അതിൽ കയറിയിട്ട് എന്താ കബനി നദിയിലൂടെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്ര. അതൊരു എന്താ പറയുക, ഒരു വേറെ തന്നെ ഒരു പുതിയ അനുഭവമാണ്. നമ്മൾ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് യാത്ര ചെയ്തത്. അതൊരു വേറിട്ടൊരു അനുഭവം തന്നെയായിരുന്നു കേട്ടോ. എന്തായാലും പിന്നെ അതും കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അടുത്തതായിട്ട് നമ്മൾ പോയത് ലക്കിടി വ്യൂ പോയിന്റിലേക്ക് തന്നെ. നല്ല കോടയായതുകൊണ്ട് തന്നെ എന്ത് രസമായിരുന്നു അറിയാം അങ്ങോട്ടൊക്കെ കാണാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ലക്കിടി വ്യൂ പോയിന്റിന് അല്ലെങ്കിലേ ഒരു സൗന്ദര്യമുണ്ട്, പക്ഷേ കോടയായതുകൊണ്ട് തന്നെ സൗന്ദര്യം ഒന്നുകൂടി ഇരട്ടിക്കുകയാണ് ചെയ്തത്. അങ്ങനെ അവിടെ നിന്നും നമ്മൾ പ്രഹസനങ്ങളായ വീഡിയോ എടുപ്പും ഫോട്ടോ എടുപ്പൊക്കെ കുറച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ലഞ്ച് കഴിച്ചു. പിന്നെ അടുത്ത നമ്മളെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് എന്നൂരാണ്. ഇവിടെ ഞാൻ മുന്നേ പോയിട്ടുണ്ട് കേട്ടോ. എന്തായാലും വയനാട്ടിൽ വന്ന ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലം ഏതാണെന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറയാം എന്നൂർ തന്നെയാണ്. കാരണം അവിടുത്തെ അത്ര നല്ലൊരു അറ്റ്മോസ്ഫിയറും ഒക്കെ തന്നെയാണ് എന്നെ അങ്ങനെ ആക്കിയിട്ടുള്ളത്. എൻ്റെ കൂടെയുള്ള ബാക്കി കസിൻസൊക്കെ ഫസ്റ്റ് ടൈം ആട്ടോ അവിടെ പോകുന്നത്. ഞാൻ പറഞ്ഞ ബിൽഡപ്പിൽ എല്ലാവരും ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് തന്നെ നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ എന്നൂരിലെത്തിയേ. അവിടുത്തെ അവരെ ജീപ്പിലാണ് നമ്മൾ അങ്ങോട്ട് മേലോട്ടേക്ക് പോവുക. അങ്ങനെ അവരെ ജീപ്പ് വരാൻ വേണ്ടി കുറച്ച് ടൈം എടുത്തിന് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ജീപ്പിന് വെയിറ്റ് ചെയ്യുമ്പോഴേക്കും ജീപ്പ് വന്നേ. അങ്ങനെ നമ്മൾ ജീപ്പിൽ കയറിയിട്ട് മുകളിലേക്ക് പോകാൻ തുടങ്ങി. നല്ല കോടയായതുകൊണ്ട് തന്നെ ദൂരത്തേക്കുള്ള കാഴ്ച ഒന്നും കാണുന്നേ ഉണ്ടായിട്ടില്ല കേട്ടോ. പക്ഷെ കോടയായതുകൊണ്ട് തന്നെ എന്നൂരിൻ്റെ ഭംഗി ഒന്ന് കുറച്ചും കൂടി കൂടിയെന്ന് തന്നെ പറയണം. കാരണം എനിക്ക് തോന്നിയത് അത്ര രസമായിട്ടാണ് അത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ എല്ലാ കുടിയിലും നമ്മൾ കയറി എല്ലാ കാഴ്ചകളും കാര്യങ്ങളൊക്കെ അവിടുത്തെ എന്താ സ്റ്റാളും കാര്യങ്ങളൊക്കെ കണ്ടു. അവിടെ പോയവർക്ക് അറിയാൻ പറ്റും, അവിടെ ഒരു കുടിയിൽ ഇങ്ങനെ ആദിവാസി സമൂഹത്തിൻ്റെ, അതായത് അവരിലെ കുറച്ച് 5-6 സ്ത്രീകളുടെ ഡാൻസും അതിനിതായിട്ട് പുരുഷന്മാർ വാദ്യമേളങ്ങൾ വായിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതൊരു നല്ല കാഴ്ച കേട്ടോ. എനിക്ക് അവിടെ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. എന്തായാലും എന്നൂരിൽ പോയ എക്സ്പീരിയൻസ് ഉള്ളവർ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ, നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു എന്നുള്ളത്. അങ്ങനെ അവിടുത്തെ കാഴ്ചകളും കണ്ടിട്ട് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് പിന്നെ കുറച്ച് റീൽസും നമ്മൾ എടുത്തിട്ടാ. അവിടെ ഞങ്ങൾ കുറേ നേരം സ്പെൻഡ് ചെയ്തേ. കാരണം ആർക്കും അവിടെ നിന്ന് വരാൻ തോന്നുന്നുണ്ടായിട്ടില്ല. അതുകൊണ്ട് കുറേ നേരം നമ്മൾ അവിടെ ഇരുന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങളും സംസാരിച്ചും കാര്യങ്ങളിങ്ങനെ കണ്ടും നമ്മളിങ്ങനെ കുറേ നേരം അവിടെ ഇരുന്നിട്ടാ. മുന്നേ ഞാനും അർജുനും അതുപോലെ അർജുൻ്റെ ഫ്രണ്ടും വൈഫും കൂടി വയനാട്ടിലെ ട്രിപ്പ് വന്ന സമയത്താണ് എന്നൂരിൽ വന്നിട്ടുണ്ടായത്. അതൊരു 3 വർഷം മുന്നേ കേട്ടോ. അന്ന് ഉണ്ടായതിനേക്കാൾ കുറച്ചും കൂടി മാറ്റങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടേ. അങ്ങനെ എന്നൂരിലെയും കുറേ കാഴ്ചകളുണ്ട്. ഏകദേശം ഒരു 5 മണി ആയതുകൊണ്ട് തന്നെ ഇനി എവിടെയും എൻട്രി ഇല്ലാത്തതുകൊണ്ട് തന്നെ പതുക്കെ നമുക്ക് നാട്ടിലേക്ക് ചലിക്കാന്നുള്ളൊരു തീരുമാനത്തിലെത്തിയിട്ട് നമ്മൾ എന്തായാലും ആദ്യം ഓരോ ചായ കുടിച്ചിട്ട് യാത്ര തുടങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മളൊരു
ചായക്കടയിൽ കയറിയിട്ട് ചായയും കടിയൊക്കെ കഴിച്ചു. അങ്ങനെ വരുന്ന വഴിക്ക് മാനന്തവാടി കയറിയിട്ട് വീട്ടിലേക്ക് വേണ്ട കുറച്ച് പർച്ചേസൊക്കെ എല്ലാവരും നടത്തിയേ. പിന്നൊന്നും പറയണ്ട, ഡാൻസും പാട്ടും ബഹളമൊക്കെ ആയിരുന്നു വണ്ടിയിൽ മൊത്തം ഉണ്ടായത്. എല്ലാ കാര്യങ്ങളൊന്നും എനിക്കങ്ങനെ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. എന്നാൽ പറ്റുന്ന വിധം ഞാൻ എല്ലാ വീഡിയോസും എടുക്കാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ നൈറ്റ് കേളകെത്തിയപ്പോൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിയ. അങ്ങനെ ഇവിടെ നിന്ന് ഡിന്നറും കഴിച്ചിട്ട് പിന്നെ നമ്മൾ വണ്ടിയിൽ നിന്ന് ഒരു റീലൊക്കെ എടുത്തേ. അത് നേരത്തെ പ്ലാൻ ചെയ്തായിരുന്നു, പക്ഷെ അതിനൊരു ടൈം കിട്ടാത്തതുകൊണ്ട് തന്നെ അത് പിന്നെ വണ്ടിയിൽ നിന്ന് എടുക്കുന്ന അവസ്ഥയായി. അങ്ങനെ അതും എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് ഡാൻസും കാര്യങ്ങളൊക്കെ ആയി. അങ്ങനെ ഒരു 10-12 മണിയാകുമ്പോഴേക്കും നമ്മൾ വീട്ടിലെത്തിയിട്ടാ. അങ്ങനെ ഇതുപോലെ ഒരുപാട് ട്രിപ്പുകൾ ഇനിയും പോകണമെന്ന് ഉറപ്പിച്ചുകൊണ്ടുണ്ട് കേട്ടാ. ഈ യാത്ര നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. അപ്പൊ അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ.